ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നല്ലൊരു വീറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാം ഗോതമ്പ് പൊടി കൊണ്ട്. ഇതിന് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോ ആണ് ബട്ടർ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണാം. നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് അത് ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യമായിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു അര ഗ്ലാസ് നെയ്യ് എടുത്തിട്ടുണ്ട്. വെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾ വെണ്ണ എടുത്തോളൂ കേട്ടോ. അതിനുശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസോളം പഞ്ചസാര മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചത്. മിക്സിയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും, തരികളില്ലാണ്ട് പൊടിച്ചെടുത്തത്. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി അതിനുശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് നിറയെ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ച് സോൾട്ടും ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഒരു ചെറിയ ചൂടുള്ള പാല്, അധികം ചൂട് പാടില്ല എന്നാൽ തണുക്കാനും പാടില്ല കേട്ടോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിലും മാത്രം കേട്ടോ. ഇപ്പൊ ഞാൻ കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇത് നമ്മൾ ഇതുപോലൊരു പലകയിൽ വെച്ചിട്ട് നമ്മളിതാ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അത് ഫുള്ളായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. അത് അധികം നൈസാവാൻ പാടില്ല കേട്ടോ. പരത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് കനത്തിൽ പരത്തിക്കോളൂ. എന്നിട്ട് ഇതുപോലൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അടപ്പോ അല്ലെങ്കിൽ ഗ്ലാസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം ആ ബാക്കിയുള്ളത് ഇങ്ങനെ നീക്കി വെക്കാം കേട്ടോ. അതിനുശേഷം അത് വീണ്ടും നമുക്ക് റൗണ്ട് ആക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ചേക്കണ കണ്ടോ, പാനില് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ബിസ്ക്കറ്റിന്റെ മാവ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ആ ബാലൻസ് ഉള്ള മാവ് ഇതുപോലെ ഒന്നും കൂടി റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഇതുപോലെ പരത്തി ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് ഇതുപോലെ ബാലൻസ് ഉള്ള മാവ് ഇതുപോലെ റൗണ്ട് ആക്കി ഷേപ്പ് ചെയ്തെടുക്കാം. ആ പാനിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം, ഒരു ഡെക്കറേഷൻ. ഒരു വീറ്റ് ബിസ്ക്കറ്റിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുക. അത് മീഡിയം ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചതിന് ശേഷം അതൊരു 5 മിനിറ്റ് ചൂടാക്കുക, പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പാൻ അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. 30 മിനിറ്റ് നേരം അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തു. 30 മിനിറ്റിന് ശേഷം നമ്മൾ അത് ഓഫ് ചെയ്ത് നമ്മൾ എടുത്തു നോക്കുക. അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് കേട്ടോ. ബിസ്ക്കറ്റ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താണ്. 25-30 മിനിറ്റ് നേരം നമുക്ക് ബേക്ക് ചെയ്താൽ മതി, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം. എന്നിട്ട് അത് പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം എടുക്കാവൂ കേട്ടോ. നമുക്ക് പൊട്ടിച്ച് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് ചായക്കൊക്കെ നല്ലൊരു സ്നാക്സ് ആണ്. അപ്പൊ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.